ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ ആഴ്ചതോറുമുള്ള ടെസ്റ്റ് പേപ്പറിലെ ആറാമത്തെ ടെസ്റ്റ് പേപ്പറാണ് അല്ലെ. അപ്പൊ ആറാമത്തെ ടെസ്റ്റ് പേപ്പറൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ടെസ്റ്റ് പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടുതലും പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് പെർസെന്റേജ് എന്ന് പറയുന്ന സാധനം അല്ലെ. ഇതുവരെയുള്ള എക്സാമുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്കല്ല നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പെർസെന്റേജിന്റെ ബേസ് ക്ലിയർ ആയിരിക്കണം അല്ലെ. അപ്പൊ ആ പെർസെന്റേജിന്റെ ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതി ചെയ്യാൻ പെർസെന്റേജ് ഒക്കെ കാണാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഈ പെർസെന്റേജുകൾ എഴുതാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് പേപ്പറിലൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും പൂർണ്ണമായിട്ടും കാണണം. കാരണം ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചില ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ മനക്കണക്കായിട്ട് എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അപ്പൊ എല്ലാവരും ഏറ്റവും അവസാനം വരെ ഈ വീഡിയോ കാണുക. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 50% ഓഫ് 1824 ആയിരുന്നു അല്ലെ. സോ ഏതൊരു സംഖ്യയും പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താണ്? പെർസെന്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ എത്ര എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ഒരു സംഖ്യയുടെ 100% എന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും അല്ലെ. 100ൽ 100 എന്ന് പറയുമ്പോൾ ഒന്നാണല്ലോ. സോ ഏതൊരു സംഖ്യയുടെയും 100% എന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും. ഇപ്പോ 1824 100% ചോദ്യമെങ്കിൽ 1824 തന്നെയായിരിക്കും. ഓക്കെ. ഇനി 50% ചോദ്യമെങ്കിലോ 50% ആണെങ്കിലോ എന്തായിരിക്കും? 100%ത്തിന്റെ പകുതിയല്ലേ 50%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 100% 1824 ആണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു സംഖ്യയുടെ 100% എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയാണ്. സോ അതിന്റെ 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 1824ന്റെ പകുതി കണ്ടാൽ മതി. നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക? 1824 ഇൻറ്റു 50/100 എന്നൊക്കെ എഴുതി വെട്ടി ചെറുതാക്കുകയാണ് ചെയ്യുക അല്ലെ. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക 1824 എന്നുള്ളതല്ല ഏതൊരു സംഖ്യയുടെയും 50% ചോദിച്ചാൽ ആ സംഖ്യയുടെ പകുതി കണ്ടാൽ മതി. അപ്പൊ എത്രയായിരിക്കും 1824 പകുതി എത്രയായിരിക്കും? യെസ്, നമുക്കറിയാം 912 ആണ് 1824 പകുതി. സോ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. 100% എന്ന് വെച്ചാൽ ആ നമ്പർ തന്നെയാണ്. 50% എന്ന് വെച്ചാൽ ആ നമ്പറിന്റെ പകുതി ആയിരിക്കും. സോ ഇവിടെ എത്രയായിരിക്കും ആൻസർ? 912. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കിയാലോ. 10% ഓഫ് 758. ഓക്കെ, ഒരു നമ്പറിന്റെ 10% കാണാൻ പറഞ്ഞാൽ ഏത് സംഖ്യ ആയിക്കോട്ടെ അതിന്റെ 10% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എവിടെയാണ് പോയിന്റ് കിടക്കുന്നത് നോക്കും. 758 എന്ന് പറയുന്ന സംഖ്യയിൽ പോയിന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലാസ്റ്റ് ആയിരിക്കും പോയിന്റ് കിടക്കുക. അത് 758.0 എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ 758 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോ പോയിന്റ് ഒന്നുമില്ലാത്ത സംഖ്യ ആണെങ്കിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിന് കഴിഞ്ഞിട്ടായിരിക്കും പോയിന്റ് കിടക്കുന്നുണ്ടാവുക. സോ ഏതൊരു സംഖ്യയുടെയും 10% ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ സംഖ്യയുടെ ആ പോയിന്റ് എവിടെയാണോ കിടക്കുന്നത് അവിടുന്ന് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 75.8 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദ ആൻസർ ഓഫ് 10% ഓഫ് 758 ഈസ് 75.8. ഓക്കെ ആണോ? അപ്പൊ ഏതൊരു സംഖ്യയുടെയും എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? ജസ്റ്റ് എവിടെയാണോ പോയിന്റ് കിടക്കുന്നത് അവിടുന്ന് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഉദാഹരണം മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 400ന്റെ 10% ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ 400ന്റെ 10% എന്ന് വെച്ചാൽ എത്രയാണ്? 40 ആയിരിക്കും. കാരണം എന്താ? ഇവിടെയാണ് പോയിന്റ് കിടക്കുക അല്ലെ. അതൊന്നും ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 40.0 എന്ന് പറയും. നമ്മൾ 40.0 എന്ന് പറയണ്ട, 40 എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഇതേ സാധനം 402ന്റെ ആണെങ്കിൽ എത്രയായിരിക്കും 10%? 40.2 ആയിരിക്കും അല്ലെ. ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി. സോ ഓക്കെ, 40.2 ആയിരിക്കും. ഇനി 78.4ന്റെ ആണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 7.84 ആയിരിക്കും. അപ്പൊ പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പോയിന്റ് ഇല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിന്റെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റുക. ദാറ്റ് ഈസ് ഇവിടുത്തെ ആൻസർ 78.4ന്റെ ആണെങ്കിൽ 7.84, 400ന്റെ ആണെങ്കിൽ 40, 402ന്റെ ആണെങ്കിൽ 40.2, 758ന്റെ ആകുമ്പോൾ 75.8. ഓക്കെ, ഈ 10%ഉം 1%ഉം നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ എത്ര വലിയ പെർസെന്റേജുകൾ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 10% ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. എത്രയാണ് 33 1/3% ഓഫ് 621 എന്നുള്ളതായിരുന്നു ചോദ്യം വന്നത് അല്ലെ. 33 1/3% എന്ന് വെച്ച് കഴിഞ്ഞാൽ
മനസ്സിലാക്കേണ്ട കേസ് ഏതൊരു സംഖ്യയുടെയും 33 1/3% ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ആ സംഖ്യ എത്രയാണോ സംഖ്യ, ഇപ്പൊ സപ്പോസ് എക്സ് ആണ് സംഖ്യയെങ്കിൽ ആ എക്സിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. 33 1/3% ആണെങ്കിൽ ആ സംഖ്യ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് കാണാതെ ഒന്ന് പഠിച്ചു വെക്കാം, കാരണം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ കാണാണ്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 33 into 3 99 plus 1 100 divided by 3 എന്നാണ് നമ്മൾ ഈ 33 1/3 കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതേ ഡിവൈഡഡ് ബൈ 100% എന്ന് വെക്കുമ്പോൾ അങ്ങനെ ബൈ 100 ആണല്ലോ. ആ 100 വെട്ടിപ്പോയി 1/3 എന്നായിരിക്കും അതിന്റെ ആൻസർ വരും. ഓക്കെ, 33 1/3% ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഓക്കെ, ഇനി 16 2/3% ആണ് നിങ്ങളുടെ കാണാൻ പറഞ്ഞെങ്കിൽ ഈ 16 2/3% എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 33 1/3% ഹാഫ് ആണ്. ഓക്കെ, അപ്പോ ശരിക്കും ചെയ്യേണ്ടത് ആ നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഏതാണോ നമ്പർ ആ നമ്പറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്ര കാണാൻ പറഞ്ഞാൽ 16 2/3% കാണാൻ പറഞ്ഞാൽ. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറിന്റെ 16 2/3% കാണാൻ പറഞ്ഞാൽ ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചില സമയത്ത് 11 1/9% കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഡിവൈഡഡ് ബൈ 9 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 11 1/9% കാണാൻ പറഞ്ഞാൽ നമ്പർ ഡിവൈഡഡ് ബൈ 9 ആൻഡ് 9 1/11% കാണാൻ പറഞ്ഞാൽ ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏത് നമ്പറിന്റെ ആണോ 9 1/11% കാണേണ്ടത് ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 11. ഓക്കെ, ഇനി അതേപോലെ 66 2/3% ചിലപ്പോൾ കാണാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x into 2/3 അല്ലെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഡബിൾ കണ്ടാൽ മതി. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ ഡബിൾ കണ്ടിട്ട് 3 വെച്ച് ഹരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ബൈ 3 ചെയ്തിട്ട് ഡബിൾ കാണാം. ഓക്കെ, സോ 66 2/3%. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഈ പറഞ്ഞ പോലെ 25% 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. കാരണം 50% ഹാഫ് ആയിരിക്കുമല്ലോ 25% എന്ന് പറയുന്നത്. ആ നമ്പർ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. ആൻഡ് 12.5% കാണാൻ പറഞ്ഞാൽ, ഓക്കെ 12 1/2% കാണാൻ പറഞ്ഞാൽ ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 8. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 25%ന്റെ പകുതിയാണ് 12.5%. അപ്പൊ x/8 എന്ന് വരും. ദെൻ അതേപോലെ തന്നെ 6 1/4% കാണാൻ പറഞ്ഞാൽ x ഡിവൈഡഡ് ബൈ 16 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലെ. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ ഇത് നമുക്ക് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് വരും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, 33 1/3% ഓഫ് 621 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 621 ഡിവൈഡഡ് ബൈ 3. ആൻഡ് അഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. പക്ഷെ നമുക്ക് ചില ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ 621 ഡിവൈഡഡ് ബൈ 3 എത്രയായിരിക്കും, 6ൽ 3 2 ടൈംസ് അല്ലെ. ദെൻ 2ൽ നമുക്ക് പോകില്ല എന്നറിയാം. സോ 0 നമ്മൾ 8 എഴുതി. 21 21 21ൽ 3 7 7 ടൈംസ്. ദ ആൻസർ ഈസ് 207. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ ഏതൊരു നമ്പറിനെയും 33 1/3% കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് നമ്പർ ബൈ 3. 16 2/3% ആണെങ്കിൽ ഡിവൈഡ് ദാറ്റ് നമ്പർ ബൈ 6 ആൻഡ് 11 1/9% ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 9 ചെയ്യാം. 9 1/11% ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 11 ചെയ്യാം. 66 2/3% ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2 ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ 3. 50% ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 25% ആണെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12.5% ആണെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. ആൻഡ് 6 1/4% ആണെങ്കിൽ 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ ബി ഡി ജി കഴിഞ്ഞാൽ ഏത് വരും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നമ്മളിപ്പോ ഇത്രയും ദിവസങ്ങളൊക്കെ ചെയ്ത് വന്ന ഒരു മോഡൽ തന്നെയാണ് അല്ലെ. എ അടുത്ത സംഖ്യ ആയിട്ടുള്ള ബി വന്നു. ദെൻ സി കഴിഞ്ഞ് ഡി വന്നു, ദാറ്റ് ഈസ് 2 കൂടി അല്ലെ. ഈ എഫ് കഴിഞ്ഞ് ജി വന്നു, അതായത് മൂന്നാമത്തെ ഡി കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ആണ് ജി എന്ന് പറയുന്ന സാധനം. സോ അങ്ങനെയാണെങ്കിൽ ജി കഴിഞ്ഞ് എത്രാമത്തെ ലെറ്റർ ആയിരിക്കും അടുത്തായിട്ട് കൂടിയുണ്ട്, 4ാമത്തെ ലെറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഏതായിരിക്കും വരിക, എച്ച് ഐ ജെ കെ. സോ ദ ആൻസർ ഈസ് കെ. ഓക്കെ, ആൻസർ എത്രയായിരിക്കും, കെ ആയിരിക്കും ഇവിടെ വരിക. ക്ലിയർ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഫൈൻഡ് 1% ഓഫ് 570. നമ്മൾ 10% കാണാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ, ഏതാണോ നമ്പർ അതിന്റെ പോയിന്റ് എവിടെ കിടക്കുന്നു
അവിടുന്ന് ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞത്. അതേപോലെ 1% കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണോ പോയിന്റ് കിടക്കുന്നത് അവിടുന്ന് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരിക? 1% of 570 എന്ന് പറയുമ്പോൾ യെസ് 570 എന്ന് പറയുമ്പോൾ പോയിന്റ് എവിടെ കിടക്കുന്നുണ്ടാവുക? ഇവിടെ ആയിരിക്കും അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ആൻസർ ഈസ് 5.7 അല്ലെ? ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 5.7 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ. 1% കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 213യുടെ 1% എത്രയായിരിക്കും? ജസ്റ്റ് എന്ത് ചെയ്യണം? 1% ഓഫ് 213 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 2.13 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് 18% ഓഫ് 360. അപ്പൊ നമുക്ക് 10% കണ്ടുപിടിക്കാൻ അറിയാം, 1% കണ്ടുപിടിക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ 10%ഉം 1% ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു സംഖ്യയുടെയും എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? പെർസെന്റേജ് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 18% ഓഫ് 360 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ 18% എന്ന് പറയുമ്പോൾ 18/100 into 360 ഇങ്ങനെ എഴുതി ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ മെനക്കെടേണ്ടി വരും അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായിട്ട് എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് 18% നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? 10%ന്റെ ഒപ്പം 8% കൂട്ടും അല്ലെ? അപ്പൊ 18% കിട്ടുമല്ലോ. 10 + 8 18 ആണല്ലോ. യെസ്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 20% മൈനസ് 2% ചെയ്യാം അല്ലെ? 20% മൈനസ് 2% എത്രയാണ്? 18% ആണ് അല്ലെ? ഇപ്പോഴും ഈ 20% മൈനസ് 2%, 20യും 2 തമ്മിൽ എന്താ വ്യത്യാസം? ഒരു 0ത്തിന്റെ കുറവാണ് അല്ലെ? 20ൽ ഒരു 0 കൂടുതൽ, 2ൽ ഒരു 0ത്തിന്റെ കുറവും ആണല്ലോ. യെസ്, അപ്പൊ അതാണ് കുറച്ചുകൂടി ബെറ്റർ. അത് എങ്ങനെ ബെറ്റർ ആവുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ 20% എത്രയായിരിക്കും? 360യുടെ 20% എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 360യുടെ 10% എത്രയായിരിക്കും? നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു. എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒന്നും ഇങ്ങോട്ട് മാറ്റാം. ദാറ്റ് ഈസ് 36 ആയിരിക്കും അല്ലെ? 10% 36 ആണെങ്കിൽ 20% എന്ന് വെക്കുന്ന അതിന്റെ ഡബിൾ അല്ലേ? അല്ലെ? 10%ന്റെ ഡബിൾ അല്ലേ 20%? അപ്പൊ 36ന്റെ ഡബിൾ എത്രയാ? 72 ആണ് അല്ലെ? അപ്പൊ 20% 72 ആണെങ്കിൽ 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.2 ആയിരിക്കും. ഓക്കെ, 20% 72 ആണെങ്കിൽ 2% എത്രയായിരിക്കും? 7.2 ആയിരിക്കും. നിങ്ങൾ അത് ചെയ്തൊന്നും നോക്കണ്ട. ജസ്റ്റ് 20% എത്രയാണോ അതിൽ നിന്ന് അവിടെ കിട്ടുന്ന ആൻസറിൽ നിന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 2% കിട്ടും. 20% 2% ആ ലെവലിൽ കാണാം, 30%ഉം 3%ഉം ആ ലെവലിൽ കാണാം, 40%ഉം 4%ഉം ആ ലെവലിൽ കാണാം, 50%ഉം 5%ഉം ആ ലെവലിൽ കാണാം. സോ നിങ്ങൾക്ക് 50% ഒക്കെ കണ്ടുപിടിച്ചിട്ട് 5% കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എവിടെയാണോ പോയിന്റ് കിടക്കുന്നത് അവിടുന്ന് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഏതിന്റെ? 50%ന്റെ എവിടെയാണോ പോയിന്റ് കിടക്കുന്നത് അവിടുന്ന് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്ത് കാണാൻ? 5% കാണാൻ. ഇവിടെ 20% 72 ആയതുകൊണ്ട് തന്നെ 2% കാണാൻ നമ്മൾ എന്താ ചെയ്തത്? ജസ്റ്റ് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് 7.2. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? 72 മൈനസ് 7.2 ചെയ്യണം അല്ലെ? അത് നമുക്ക് മനക്കണക്കായി ചെയ്തുകൂടെ? 72 മൈനസ്, അതായത് ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്നും എഴുതേണ്ടി വരില്ല. നമുക്കത് എളുപ്പത്തിൽ കിട്ടി. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ 20% 2% കുറച്ചാൽ 80% കിട്ടും. സോ വാട്ട് ഈസ് 360യുടെ 20% എത്രയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ 36 ആണ് 10%, 20% എന്ന് പറയുമ്പോൾ 72 ആയിരിക്കും, ഡബിൾ ആയിരിക്കും അല്ലെ? സോ 72 ന്ന് 7.2 കുറയ്ക്കണം. 72 ന്ന് 7 പോയി കഴിഞ്ഞാൽ 65 ആണ്. ഒരു 0.2 കൂടെ പോയി കഴിഞ്ഞാൽ 64.8 ആണ് എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? ഈ രീതിയിൽ പഠിക്കുമ്പോഴുള്ള രണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മള് പെർസെന്റേജ് എളുപ്പത്തിൽ കാണാൻ പഠിക്കും. അത് സ്വാഭാവികമായിട്ട് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പെർസെന്റേജ് എളുപ്പത്തിൽ കാണാൻ വേണ്ടി പഠിക്കും. രണ്ടാമത്തെ ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ മാത്സിൽ അത്യാവശ്യം സ്പീഡ് വരും. ഓക്കെ, കാരണം പല കാൽക്കുലേഷൻസ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്സിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്പീഡിലേക്ക് വരും. സോ ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്പീഡിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? യെസ്, ഇപ്പൊ ഇത് കിട്ടിയല്ലോ. എത്രയാണ് 18% ഓഫ് 360? 64.8. ഇനി സപ്പോസ് 27% ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30% കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് കണ്ടുപിടിക്കുക? മൈനസ് 3%. അപ്പൊ 30% കിട്ടിയ 3% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ 30% മൈനസ് 3% എന്ന് പറയുന്നത് 27% ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. 65% of 680 plus 28% of 250.
ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് നോക്കിയേ, എത്രയായിരിക്കും 65% ഓഫ് 680? 680യുടെ 65% കാണാൻ ഒന്നുകിൽ നിങ്ങൾക്ക് 65/100 × 680 ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് 50%ഉം 15% കൂടെ കൂട്ടിയ സാധനമാണ് 65%, അല്ലെ? സോ 15% നമുക്ക് വേണമെങ്കിൽ 10% പ്ലസ് 5% എഴുതാം. ഓക്കെ, സോ വാട്ട് ഈസ് 50% ഓഫ് 680? 50% എത്രയായിരിക്കും? 680ന്റെ നേരെ പകുതി, അല്ലെ? 680ന്റെ പകുതി എത്രയാ? എത്രയായിരിക്കും? 340 ആയിരിക്കും, അല്ലെ? 10% എത്രയായിരിക്കും? 680ന്റെ 68 ആയിരിക്കും, അല്ലെ? 5% നോക്കുമ്പോൾ അതിന്റെയും പകുതി ആയിരിക്കും, എത്രയായിരിക്കും? 34 ആയിരിക്കും, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 8 4 12, അല്ലെ? ബാക്കി ഒന്ന് ശിഷ്ടം 4 1 5 6 11 3 14, ബാക്കി ഒന്ന് 442 എന്ന് 65% കിട്ടും. ഇനി 28% ഓഫ് 250 എന്ന് പറയുമ്പോൾ 28% നമുക്ക് എങ്ങനെ കാണാം? 28% ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നുകിൽ 20% പ്ലസ് 8% കാണാം, അല്ലെ? അല്ലെങ്കിൽ 30% മൈനസ് 2% ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 28% കിട്ടും, അല്ലെ? അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയായിരിക്കും 10% ഓഫ് 250? 25 അല്ലേ? ഓക്കെ, അപ്പൊ 30%ഓ? 10% 25 ആണെങ്കിൽ 30% കാണാൻ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാലേ 30% കിട്ടാം. 10% 25 ആണ്, 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ 75 എന്ന് കിട്ടും, അല്ലെ? മൈനസ് 2% എത്രയായിരിക്കും? 250യുടെ 2%. 1% എത്രയായിരിക്കും? 2.5 ആയിരിക്കും, അല്ലെ? 2.50 എന്നാണല്ലോ വരിക. 1% കാണാൻ പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി കുത്തി, that is 2.50 എന്ന് വരും. സോ വാട്ട് ഈസ് 2%? 1% 2.5 ആണെങ്കിൽ 2% എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ അല്ലേ? 2.5ന്റെ ഡബിൾ എത്രയാ? 5 ആണ്, അല്ലെ? സോ 75 മൈനസ് 5 is equal to 70 എന്ന് 28% കിട്ടും. സോ ദാറ്റ് ഈസ്, അപ്പൊ എത്രയൊക്കെ ആയിരിക്കും? 65% ഓഫ് 680 442 എന്ന് കിട്ടി, പ്ലസ് 28% ഓഫ് 250 70 എന്നും കിട്ടി. സോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? യെസ്, 512. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 512. ഇതിലൊന്നും സമയം നമ്മൾ എടുക്കില്ല കേട്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മൾ അത്രയും സമയം എടുക്കുന്നതാണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന് ആൻസർ കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് പരിശീലിക്കുമ്പോൾ കിട്ടും. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടാവും. ഇതിനേക്കാൾ എളുപ്പത്തിലേക്ക് എഴുതി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ തോന്നൽ മാത്രമാണ്. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഓക്കെ, പക്ഷെ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പാണത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് ഒന്ന് പരിശീലിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 12.5% ഓഫ് 240 എത്രയാണ്? 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു 240നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? യെസ്, 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. കാരണം 50% എന്ന് പറയുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 25% എന്ന് പറയുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം, അല്ലേ? 12% എന്ന് പറയുമ്പോൾ അതിനെയും പകുതി 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. പ്ലസ് 16 2/3% ഓഫ് 90 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 19/6 ആണ്, അല്ലെ? 16 2/3% എന്ന് പറയുന്നത് 33 1/3% ഹാഫ് ആണ്. 33 1/3% എന്ന് പറയുമ്പോൾ 3 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 16 2/3% എന്ന് വെക്കുമ്പോൾ എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 6 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാനേ വേണേ, കാരണം ഇങ്ങനെയുള്ള പെർസെന്റേജുകൾ കേട്ടോ, ഇങ്ങനെ ഫ്രാക്ഷൻസ് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന പെർസെന്റേജ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 240 ഡിവൈഡഡ് ബൈ 8 എത്രയായിരിക്കും? 30 പ്ലസ് 90/6 എത്രയായിരിക്കും? ഇറ്റ് ഈസ് 15. സോ 30 പ്ലസ് 15 എത്രയായിരിക്കും ആൻസർ? 45 ആയിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 27.5% ഓഫ് 420? നമ്മള് 27.5% നമ്മൾ പഠിച്ചില്ലായിരുന്നു, അല്ലെ? ഓക്കെ, 27.5 എന്നുള്ളതാണല്ലോ 27.5 എന്ന് പറയുമ്പോൾ 27.5 എന്തെങ്കിലും നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. 25ന്റെ ഒപ്പം 2 കൂട്ടിയാൽ, അല്ലെ? 25%ന്റെ ഒപ്പം 2.5% കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 27.5% കിട്ടും. ഈ 25 2.5 തമ്മിലുള്ള ബന്ധം എന്താ? ജസ്റ്റ് ഒരു പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലെ? ഈ 2ന്റെയും 5ന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വന്നാൽ 2.5% ആയി. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ 20% കണ്ടുപിടിച്ച് 2% കാണാൻ പറഞ്ഞാൽ, 30% കണ്ടുപിടിച്ച് 3% കാണാൻ പറഞ്ഞാൽ, 40% കണ്ടുപിടിച്ച് 4% കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. എന്നതുപോലെ തന്നെ 20%ഉം 2.5%ഉം 25% തന്നിട്ട് 2.5% ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? അപ്പൊ 25% അല്ലേ കാണാൻ എളുപ്പം? എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി, അല്ലെ? അപ്പൊ 420 ഡിവൈഡഡ് ബൈ 4 എത്രയായിരിക്കും ആൻസർ? 4 4 പ്രാവശ്യം, അല്ലെ? 2ൽ പോകില്ല. സോ 20ൽ 5 പ്രാവശ്യം. അങ്ങനെ
105 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ 105 ആണ് 25% എങ്കിൽ 2.5% എത്രയായിരിക്കും? 10.5 ആയിരിക്കും. കാരണം 105ന് ഇടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയാൽ മതി. സോ 10.5. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 105ഉം 10.5ഉം കൂടെ കൂട്ടിയാ 115.5 ആയിരിക്കും അല്ലെ. 115.5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മളത് മിക്സഡ് ഫ്രാക്ഷൻ ഓഫ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ പോകും. അതിലേക്ക് ഒന്നും നിൽക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 99% ഓഫ് 3589 അല്ലെ. സിമ്പിൾ ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാം. 3, 5, 8, 9 എന്നതിന്റെ 100% എത്രയായിരിക്കും? 3589 തന്നെയായിരിക്കും. അപ്പൊ 99% എന്ന് വെച്ചാൽ ശരിക്കും എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? 99% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 99% കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100% എന്ന് ജസ്റ്റ് ഒരു 1% കുറച്ചാൽ മതി അല്ലെ. എത്രയായിരിക്കും? 3589ന്റെ 100% അത് തന്നെയായിരിക്കും അല്ലെ. 3589 മൈനസ് എത്രയാണ് ചെയ്യേണ്ടത്? 1% എത്രയായിരിക്കും? 2 സ്ഥാനം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ 35.89 ആയിരിക്കും അല്ലെ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3589 35.89 കുറച്ചാൽ മതി. നമുക്കറിയാം 0 പോവില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് കണ്ടെടുക്കാൻ നോക്കിയപ്പോൾ ഇവിടെയും 0 പോവില്ല. അപ്പൊ ഇവിടെ നിന്ന് കണ്ടെടുത്തു, ഇവിടെ 8 ആയി, ഇവിടെ 10 ആവും. 10 അപ്പുറത്തേക്ക് നമ്മളൊന്ന് കണ്ടെടുക്കുമ്പോൾ 9 ആവും, ഇവിടെ 10 ആവും അല്ലെ. 10 9 പോയാൽ 1, 9 8 പോയാൽ 1 അല്ലെ. പോയിന്റ് ഇട്ടു. 8 5 പോയാൽ 3, then 8 3 പോയാൽ 5 5. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 3553.11 ആയിരിക്കും ആൻസർ. ഇതൊക്കെ നമ്മൾ ഗുണിച്ചൊക്കെ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിപ്പാടും അല്ലെ. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന്റെ 99% കാണാൻ പറഞ്ഞാൽ 3589 into 99/100 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3589 99 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ അതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യും. ഡിവൈഡഡ് ബൈ 100 പിന്നെ 2 പോയിന്റ് മാറ്റിയാൽ മതി അല്ലേ. പക്ഷേ 3589 99 കൊണ്ടൊക്കെ ഗുണിക്കുമ്പോഴേക്ക് നമ്മുടെ സമയം വെറുതെ അല്ലെ. അപ്പൊ അതൊന്നും വേണ്ട, ജസ്റ്റ് 100% മൈനസ് 1% ആണ് 99% എന്ന് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 90% ആണ് ചോദ്യമെങ്കിലോ 100% മൈനസ് 10% ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? ഇവിടുത്തെ 90% ആണെങ്കിൽ 3589 അതാണ് 100% മൈനസ് 10% എത്രയാ? 358.9 കുറച്ചാൽ മതി. എത്രയാണോ ആൻസർ അതായിരിക്കും വരിക. സിമ്പിൾ. ക്വസ്റ്റ്യൻ എന്താ? A is the son of A. E is the son of A അല്ലെ. D is the son of B. E is married to C. C is the daughter of B. How is D related to E എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ റിലേഷൻ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. E is the son of A എന്ന് പറയുമ്പോൾ എയുടെ സൺ ആണ് E എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഇങ്ങനെ വരച്ചു. തലമുറകൾ വരയ്ക്കുമ്പോൾ താഴേക്ക് വരിക. ഒരേ തലമുറകൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് വരച്ചപ്പോ ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഇസ് ദ സൺ ഓഫ് എ എന്ന് പറയുമ്പോൾ ഈ സൺ ആണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് മെയിൽ എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ എം എന്ന് ഇട്ടു. ഓക്കെ. ഫീമെയിൽ ആണെങ്കിൽ ഞാൻ ബ്രാക്കറ്റിൽ എഫ് എന്ന് ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത എന്താണ്? ഡി ഇസ് ദ സൺ ഓഫ് ബി. അപ്പൊ എയും ഇയും ആണ് നമുക്ക് ആകെ അറിയാവുന്നത്. സോ ഡിയും ബിയും നമുക്ക് പിന്നീട് നോക്കാം. ഇയും എയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, ഈസ് മാരീഡ് ടു സി എന്ന് പറഞ്ഞാൽ ഈ ആരെ മാരി ചെയ്തിരിക്കുന്നു? സീനെ മാരി ചെയ്തിരിക്കുന്നു. അപ്പൊ ഭാര്യ ഭർത്താവാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇടാറുള്ളത് ഇങ്ങനെ ഒരു പ്ലസ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സൂചിപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഭാര്യയും ഭർത്താവും ആണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം അതിനെ ഇടാം. ഓക്കെ. അപ്പൊ ഇവരെ കുറെ തലമുറയാണല്ലോ, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ കുറെ തലമുറയപ്പെട്ടവരായിരിക്കുമല്ലോ. ഈ മാരീഡ് ടു സി എന്ന് പറയുമ്പോൾ സി ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ദെൻ സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്ന് പറയുമ്പോൾ സി ആരുടെ മകളാണ്? ബിയുടെ മകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ സിയുടെ അമ്മയോ അച്ഛനോ ആരോ ഒരാളാണ് ബി എന്ന് പറയുന്ന സാധനം വെച്ചു അല്ലെ. ഇനി ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ഈസ് ദ സൺ ഓഫ് ബി അല്ലെ. അതും കൂടെ നമ്മൾ വരയ്ക്കണം. ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ബിയുടെ മകനാണ് ഡി എന്ന് പറയുമ്പോൾ സിയുടെ സഹോദരനായിരിക്കുമല്ലോ. കാരണം ബി എന്ന് പറയുന്ന അച്ഛനോ അമ്മയോ അവരുടെ മകളാണ് സി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എഗെയിൻ പറയാണ് ഡി ആരുടെ? ബിയുടെ മകനാണ് എന്ന് പറയും. സിയുടെ സഹോദരനായിരിക്കും ആര്? ഡി എന്ന് പറയുന്ന ആള്. അപ്പൊ ഇനി ചോദ്യം എന്താ? ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു? ഡിയും ഇയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഡിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഈ. ആരാ? ബ്രദർ ഇൻ ലോ ആയിരിക്കും അല്ലെ. ബ്രദർ ഇൻ ലോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. If water is called food, food is called tree, tree is called earth is called world, which of the following
ഗ്രോസ് എ ഫ്രൂട്ട് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്കിവിടെ ഏതിലാണ് സാധാരണ ഫ്രൂട്ട് ഉണ്ടാവുക? ട്രീയിലാണ് അല്ലെ. ആ ട്രീനെ ഇവിടെ എന്താ വിളിക്കുന്നത്? ട്രീനെ എന്താ വിളിക്കുന്നത്? യെസ്, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രീയിലാണ് നമ്മൾ എന്ത് വളരുക? ഫ്രൂട്ട് വളരുക അല്ലെ. അപ്പൊ ആ ട്രീനെ ഇവിടെ എന്ത് വിളിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ട്രീ ഈസ് കോൾഡ് എർത്ത്. ട്രീനെ എന്താ വിളിക്കുന്നത്? എർത്ത് എന്നാണ്. സോ അപ്പൊ എവിടെ ആയിരിക്കും ഉണ്ടാവുക? എർത്തിലായിരിക്കും ഫ്രൂട്ട് ഉണ്ടാവുക. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ എന്താണ്? 25% ഓഫ് 300 പ്ലസ് 33 1/3% ഓഫ് 240 മൈനസ് 6 ഓഫ് 160 എന്നാണ് ചോദ്യം അല്ലെ. സോ 25% ഓഫ് 300 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? 300 ഡിവൈഡഡ് ബൈ 4 അല്ലെ. സോ പ്ലസ് 33 1/3% ഓഫ് 240 എന്ന് പറയുമ്പോൾ 240 ഡിവൈഡഡ് ബൈ 3 മൈനസ് 6 1/4% ഓഫ് 160 എന്ന് പറയുമ്പോൾ 160 ഡിവൈഡഡ് ബൈ 6 1/4% എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 വെച്ചാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ 300/4 എത്ര? 75 എന്ന് കിട്ടും. 300/2 എന്ന് പറയുമ്പോൾ 150 ആണ്. അതിന്റെ പകുതി ആയിരിക്കുമല്ലോ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടും. അപ്പൊ 75 ആണ്. 240 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 80 ആണ്. മൈനസ് 160/16 എന്ന് പറയുമ്പോൾ 10 ആണ്. 75 പ്ലസ് 80 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 80 പ്ലസ് 80 160 ആണ്. 80 പ്ലസ് 75 എന്ന് പറയുമ്പോൾ ഒരു 5 ഓവർ. ദാറ്റ് ഈസ് 155 മൈനസ് 10 എന്ന് പറയുമ്പോൾ 145 ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ആ ഒരു ഓപ്ഷൻ ആ ഒരു ആൻസർ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. സോ ആൻസർ 145 ആണ്. അപ്പൊ ഓപ്ഷനിലെ എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. ആൻസർ 145 ആണ്. സോറി, അത് ഓപ്ഷൻ എനിക്ക് തെറ്റിപ്പോയതാണ്. സോ ആൻസർ എത്രയായിരിക്കും? 145. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3.3% ഓഫ് 1300 കാണാനായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആണല്ലോ, മറ്റേ സാധനങ്ങളൊക്കെ സിമ്പിൾ ആണല്ലോ. ഇത്രയും വലിയ ചോദ്യങ്ങൾ ഇങ്ങനെ പോയിന്റ് വെച്ചുള്ള പെർസെന്റേജുകളൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യും എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് ആദ്യം 33% കാണാന്നുള്ളതാണ്. അപ്പൊ 33% കണ്ട് 3.3% കാണാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. കാരണം ഇതിന് ഇടയ്ക്കുള്ള പ്രത്യേകത എന്താ? 33 3.3 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇടയ്ക്ക് ഒരു പോയിന്റ് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി. 33% കാണാൻ പറഞ്ഞു കണ്ടിട്ട്. അപ്പൊ 33% എന്ന് പറയുമ്പോൾ എങ്ങനെ കാണും? 30% പ്ലസ് 3% ചെയ്താൽ മതി അല്ലെ. 30% പ്ലസ് 3% ചെയ്താൽ നമുക്ക് 33% കിട്ടും. അപ്പൊ ഇവിടുത്തെ 30% കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് 10% കാണുന്നു. 1300ന്റെ 10% എത്രയാ? 130. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 30% കിട്ടും അല്ലെ. 130 into 3 390 കിട്ടും. പ്ലസ് 3% എത്രയായിരിക്കും? 39 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 390 പ്ലസ് 39 390 പ്ലസ് 30 220 220 പ്ലസ് 9 229 എന്നായിരിക്കും കിട്ടാം അല്ലെ. സോറി, 229 അല്ല 429 അല്ലെ. സോ 390 പ്ലസ് 30 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 420 420 പ്ലസ് 9 429. അത് 33% ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3.3% എങ്ങനെയാ കാണാം? ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റിയാൽ പോരെ. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 42.9 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദ ആൻസർ ഈസ് 42.9. ഇനി ഇതേ ചോദ്യം 0.33% ആണ് കാണാൻ പറഞ്ഞിരുന്നെങ്കിലോ? 0.33% ഓഫ് 1300 ആണ് ചോദ്യമെങ്കിൽ എത്ര സ്ഥാനം? 33% 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റാം. ദാറ്റ് ഈസ് എത്രയായിരിക്കും? 4.29 ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ് സ്ഥാനങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് കളഞ്ഞ് പെർസെന്റേജ് കാണാം, എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 29% ഓഫ് 3258 പ്ലസ് 21% ഓഫ് 3258. ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ, രണ്ട് ഭാഗത്തും സെയിം നമ്പർ തന്നെയാണ് അല്ലെ. 3258 3258 തന്നെയാണ്. സോ സെയിം നമ്പറിന്റെ ഇത്ര പെർസെന്റേജ് പ്ലസ് ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 29 പ്ലസ് 21% ഓഫ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3258 കണ്ടുപിടിച്ചാൽ മതി. സെയിം നമ്പർ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ആ പെർസെന്റേജുകൾ നമ്മൾ കൂട്ടിയാൽ മതി അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ ഇത്രയും നേരം കണ്ടതൊക്കെ. 11% കാണാൻ പറഞ്ഞാൽ 10%ഉം 1%. ആ നമ്പറിന്റെ 10% പ്ലസ് ആ നമ്പറിന്റെ 1% കൂട്ടിയിട്ടാണ് നമ്മൾ 11% എഴുതിയിരുന്നത്. അപ്പൊ അതേപോലെ 29% ഓഫ് 3258 പ്ലസ് 21% ഓഫ് 3258 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 പ്ലസ് 21% ഓഫ് 3258 എഴുതാൽ മതി. എത്രയാണ് 29 പ്ലസ് 21? ഓരോന്നും കാണണ്ടാണ്. ഓക്കെ, 29 പ്ലസ് 21 എത്രയായിരിക്കും? ഇറ്റ് ഈസ് 50% ഓഫ് 3258 ചെയ്താൽ മതി. അപ്പൊ എത്രയായിരിക്കും 3258ന്റെ 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ 3258 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. സോ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു പ്രാവശ്യം, ബാക്കി ഒന്ന് ശേഷം 12ൽ 6 പ്രാവശ്യം, 5ൽ 2 പ്രാവശ്യം,
ബാക്കി 1 8 18 9 പ്രാവശ്യം. സോ ആൻസർ ഈസ് 1629. ഇതിൽ ഓരോന്നും കണ്ടുപിടിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറച്ച് പോകും. അതിന് വേണ്ട ജസ്റ്റ് സെയിം നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ 3258ന്റെ എത്ര പെർസെന്റേജ് കാണാം, 29 + 21% കണ്ടാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ പെർസെന്റേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് മനക്കണക്കായി തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എഴുതാതെ തന്നെ മനക്കണക്കായി തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പെർസെന്റേജ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. 100ൽ ഇത്ര എന്നുള്ളതാണ് പെർസെന്റേജ്. അതിൽ ഒരു സംഖ്യയുടെ 100% എന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയാണെന്നും 100% എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതും 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് പെർസെന്റേജുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ കുറച്ച് ഫ്രാക്ഷൻ പെർസെന്റേജുകളും കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ ആയിട്ട് കണ്ടുമുട്ടും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.